ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഓണം സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പച്ചടിയാണ്. മത്തങ്ങ പച്ചടിയാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം നമുക്കൊരു പാത്രത്തിലേക്ക് 1 കപ്പ് മത്തങ്ങ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു പച്ചമുളക് സ്ലൈസ് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് മത്തങ്ങ വേവാൻ ആവശ്യമുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് വെള്ളം ഞാൻ ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിത് മൂടി വെച്ച് വേവിക്കാം. നമ്മുടെ മത്തങ്ങ എല്ലാം നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് സ്പൂൺ കൊണ്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം. എല്ലാം നമ്മൾ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പച്ചടിക്ക് വേണ്ട അരപ്പ് റെഡിയാക്കാം. അതിനെ ഒരു മിക്സിയിലേക്ക് ഞാൻ കുറച്ച് തേങ്ങ ആഡ് ചെയ്യുന്നുണ്ട്. 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 3-4 ചെറിയ ഉള്ളിയും കൂടി ആഡ് ചെയ്യാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം. 1/2 ടീസ്പൂൺ ജീരകമാണ് ഇനി ചേർക്കുന്നത്. അതേപോലെ 1/2 ടീസ്പൂൺ കടുകും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ പച്ചടിയുടെ അരപ്പ് റെഡി ആയിട്ടുണ്ട്. അരപ്പ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അരപ്പ് മത്തങ്ങ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് കൂട്ടി യോജിപ്പിച്ച് കൊടുക്കാം. മിക്സി ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് അതും കൂടി നമുക്ക് ഈ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഉപ്പ് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി അരപ്പ് കുറച്ച് നേരം നമുക്ക് മൂടി വെച്ച് വേവിക്കാം. ഒരു 2-3 മിനിറ്റ് വെച്ചാൽ മതി. ഇപ്പോൾ അരപ്പ് എല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തൈര് ആഡ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് മിക്സിയിലിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തതാണ് ഈ തൈര്, കട്ടയൊക്കെ ഒന്ന് പോയി കിട്ടാൻ. ഇനി ഈ തൈര് ഇതിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിനി ഒത്തിരി ചൂടാവുമൊന്നും വേണ്ട, ജസ്റ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. തൈരിൻ്റെ പുളി അനുസരിച്ച് നമുക്ക് തൈര് ആഡ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ഒരു 3/4 കപ്പോളം തൈര് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കടുക് താളിച്ചൊഴിക്കാം. ഇതിനായി കുറച്ച് കടുകും കറിവേപ്പിലും വറ്റൽമുളകുമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ മത്തങ്ങ പച്ചടി റെഡി ആയിട്ടുണ്ട്. നമ്മൾ നോർമലി ഉണ്ടാക്കുന്ന പച്ചടിയിൽ നിന്നെല്ലാം കുറച്ച് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ എല്ലാവരും ഇത്തവണ ഇത് ട്രൈ ചെയ്ത് നോക്കാം. ഓണത്തിന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.